അപ്പോൾ കുറേ നാളായില്ലേ നമ്മളൊരു ഫുൾ വീഡിയോ ഉണ്ട് MLF കണ്ടിട്ട്. എനിക്കിപ്പോൾ ഒന്നും എടുക്കാൻ പറ്റാറില്ല, കാരണം ഞാൻ തറവാട്ടിലാണല്ലോ. അപ്പോൾ എനിക്കങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാറില്ല. എന്തായാലും ഇന്നത്തെ നമ്മളുടെ MLF എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് വലിയ വീഡിയോ കാര്യങ്ങളൊന്നും ആവില്ല, കാരണം ഫുൾ ടൈം ഞാൻ ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പം നമുക്ക് രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്കും എഴുന്നേക്കണം കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഇവിടെ ചടങ്ങ് തീരുന്ന ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എന്നും രാവിലെ ബലിയിടും. അപ്പോൾ നമ്മളൊരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും തറവാടിൻ്റെ ബാക്കിൽ പോയി ഇങ്ങനെ വലിയ ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് മേത്ത് കൂടെ ഒഴിച്ച് ആ നനഞ്ഞോടക്കനെ പോയിട്ട് നമ്മൾ പുറത്ത് ബലിയിടും. അപ്പോഴേക്ക് വലിയച്ഛന്മാരും പാപ്പനും അച്ഛനും അതേപോലെ പാപ്പൻ്റെ മോനും ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സെറ്റായിട്ടുണ്ടാവും. അതിന് നമ്മൾ ബലിയിട്ട് വന്നാൽ വേഗം പോയിട്ട് കുളിച്ച് സെറ്റായിട്ട് വന്നിരിക്കും കേട്ടോ. പിന്നെ പായൽ അതുവരയ്ക്കും മേമയോ വല്യമ്മയോ അങ്ങനെ അരിയിലാണ് പായലിരിക്കാറ്. അപ്പോഴേക്കും എൻ്റെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്നിരുന്നിട്ടുണ്ട്. ഇരുന്നൊരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും മേമയ്ക്ക് നല്ല ചൂട് കൊടുക്കുന്ന കട്ടൻ ചായ കൊണ്ടുവരും കേട്ടോ. കട്ടൻ ചായ പാൽ ചായ വേണ്ട ചോദിക്കും. എനിക്ക് കട്ടൻ ചായയാണ് ചെറുപ്പം തൊട്ട് ഇഷ്ടം. അങ്ങനെ ചായയൊക്കെ ഇരുന്നോണ്ടിരുന്ന് കുടിക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു 6:30 6:45 ആവും കേട്ടോ. നമ്മൾ കുള്ളിയെല്ലാം കഴിഞ്ഞ് വന്ന് ചായ കുടിക്കുമ്പോഴേക്കും അങ്ങനെ ചായ കുടിക്കലും ഇങ്ങനെ ഫോണിൽ നോക്കിയൊക്കെ ഇരിക്കും. അപ്പോൾ അച്ചൂട്ടൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ നോക്കുകയാണ്. എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ കമ്പനി അവനാട്ടോ, കാരണം ഞാൻ അവിടെ പായലിരിക്കുമ്പോൾ എനിക്ക് എങ്ങോട്ടും പോകാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ എങ്ങോട്ടും മാറില്ല കേട്ടോ, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. എക്സാമിന് പഠിക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് പഠിച്ചത്. അങ്ങനെ ഫുൾ ടൈം ഫുഡ് കഴിക്കുമ്പോഴൊക്കെ അവൻ എൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ക്ലാസ്സിലപ്പോൾ അവൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് ഞാൻ വരണ വയ്ക്കുമ്പോൾ ഒരാൾ പോലും ഇല്ല കേട്ടോ. അവൻ ഡ്രസ്സെല്ലാം മാറി അവൻ ക്ലാസ്സിൽ പോയി. അവൻ ക്ലാസ്സിൽ പോയതും എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അപ്പോൾ ഇന്ന് പുട്ടും കടലാട്ടോ. എനിക്കാണെങ്കിൽ പുട്ടും കടലും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇവിടെ നമുക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ എന്നോട് പാപ്പ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വേണമെന്നൊക്കെ. ചായ വേണോ വെച്ചാൽ ഞാൻ പറഞ്ഞു ചായ വേണ്ട, വെള്ളം മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മേമ വെള്ളമൊക്കെ കൊടുന്ന് തരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ മേമോട് പറഞ്ഞു കുറച്ച് അച്ചാർ ഇട്ട് തരുമോ ചോദിച്ചു. എനിക്ക് പുട്ടും കടലക്കറി എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പിന്നെ അച്ചാറും പുട്ടും പപ്പടം കൂട്ടിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ചെറുപ്പം തൊട്ട് പുട്ടും കടല ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് കഴിക്കാറില്ല എന്ന് മാത്രം. കഴിച്ച് നോക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു കഷ്ണം പുട്ട്, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ പുട്ട് കഴിക്കും. ഇന്ന് കടല ആയതുകൊണ്ട് ഞാൻ ഈ ചെറിയ കഷ്ണം പുട്ടാട്ടോ കഴിച്ചുള്ളൂ. പിന്നെ വേണമെന്നൊക്കെ എല്ലാവരും ചോദിച്ചെങ്കിലും ഞാൻ വേണ്ട പറഞ്ഞു. ഇതിൻ്റെ അപ്പുറം ഞാൻ കുറച്ച് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഫുഡൊക്കെ ഇരുന്ന് കഴിക്കും. അതുകൊണ്ട് തന്നെ പുട്ട് ഇത്രയ്ക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഞാനതൊക്കെ വേഗം കഴിച്ച് തീർക്കുന്നുണ്ട്. എനിക്ക് ഫുഡ് വന്നിട്ട് അവിടെ ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ, അങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ആദ്യം എനിക്കാണ് ഫുഡ് തരിക കേട്ടോ. എൻ്റെ ഫുഡ് അടി കഴിയുമ്പോൾ അവിടെ എല്ലാവരും ഫുഡ് കഴിക്കിരുന്നു തുടങ്ങി. എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫോൺ കുറച്ച് നീക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതെനിക്ക് എടുക്കണ്ടേ എന്നുള്ള മടിയിൽ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. നമ്മളെ കാത്തുമ്മയ്ക്ക് വയ്യാതെ കാത്തുമ്മനെ അമ്മയച്ഛനും ഡോക്ടറെ കാണിക്കാൻ പോയിക്കാണ്. അവരെത്തിയിട്ടില്ല കേട്ടോ. അമ്മയച്ഛനും ഉണ്ണികളൊക്കെ വരണുള്ളൂ. കാത്തുമ്മയ്ക്ക് നല്ല പനി വന്നിട്ടുണ്ട്, അതേപോലെ കുണുക്കനും വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ നമ്മളെ ഏട്ട എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവൻ എൻ്റെ കൂടെ ആളിൽ തന്നെയാണ് കിടക്കുക. അപ്പുറത്തൊരു വീതി വിരിച്ചിട്ട് അവൻ അവിടെയാണ് കിടക്കുക. പക്ഷേ രാവിലെ ഞാൻ കുളിക്കാൻ പോയപ്പോൾ അവൻ എന്ത് ചെയ്തു, എഴുന്നേറ്റ് നേരെ പാപ്പൻ്റെ മേമ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 8:45 9 മണി ആകുമ്പോഴേക്കാണ് അവൻ എഴുന്നേറ്റ് വരുന്നത്. എഴുന്നേറ്റ് വന്നത് അവൻ കുളിക്കാൻ പോവുക കേട്ടോ. അവൻ ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് കുളിക്കുക. അവൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. അമ്മയും അച്ഛനും വീട്ടിലില്ലല്ലോ, അതുകൊണ്ട് ചാവിയില്ല. ഒരു വീടൊക്കെ പൂട്ടിയിട്ട് ഉണ്ണികളെ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിക്കാൻ പോയിക്കല്ലേ. ഞാൻ അവർ വരണമായിരിക്കും അവിടെ പോസ്റ്റായിട്ട് ഇരിക്കണം. കുളിച്ചിട്ടാണ് നമ്മളിവിടെ ഫുഡും കൊടുക്കുള്ളൂ. പലയുള്ളപ്പോൾ നമ്മൾ കുളിക്കാതെ ഫുഡ് ആരും കഴിക്കില്ല. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, നേരം വൈകി എഴുന്നേറ്റിട്ടല്ലേ, അല്ലെങ്കിൽ അവ ഇതിനും നേരത്തെ എഴുന്നേക്കാറുണ്ട് കേട്ടോ. ഇന്നാണ് ഇത്രയും ലേറ്റ് ആയത്. രാവിലെ രാത്രി കിടക്കുമ്പോഴും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ വിളക്ക് വയ്ക്കുന്നുണ്ട്. വിളക്ക് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാന് ശരിക്കും അടുത്തേക്ക് വയ്ക്കില്ല, കുറച്ച് ദൂരേക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ അതും ഫാനിൻ്റെ കാറ്റ് കുറച്ചിട്ടാണ് വയ്ക്കുക. അപ്പോൾ നല്ല ചൂടാണ്, നമുക്ക് ഉറങ്ങണമെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവ ഉറങ്ങാൻ നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എന്താ അച്ഛനും അമ്മയും ഉണ്ണിയാളെ ഡോക്ടറെ കാണിച്ച് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏട്ടൻ അവളെ നോക്കിയാക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ അവളൊന്ന് നോക്കിയാൽ വരുമ്പോഴേക്കും ഞാൻ അവൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം മരുന്ന് കൊടുത്തില്ലെങ്കിൽ പനി കൂടി കഴിഞ്ഞാൽ എളുപ്പമല്ല. എൻ്റെ കസിൻ്റെ കുട്ടിക്ക് പനി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആകെ പേടിയായി. ആ ഉണ്ണിയും കാത്തുമ്മയും മാസത്തിന് വ്യത്യാസമുള്ളൂ കേട്ടോ. ശരിക്കും കാത്തുവിന് വന്ന പോലെ തന്നെ പെട്ടെന്നൊരു പനിയാണ് വന്നിട്ട് 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്രേ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര പേടിയായി. അതുകൊണ്ട് ഞാൻ വേഗം അവൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. കാത്തുമ്മയ്ക്ക് മരുന്ന് കൊടുക്കണേ ഇതേപോലെ ചുറ്റുന്നും ആൾക്കാർ പിടിക്കണം, ഭയങ്കര വാശിയാണ്. അപ്പോൾ ആൾക്കൊരാൾക്ക് മരുന്ന് കൊടുക്കേണ്ട ഏട്ടൻ കുണുക്കി കണ്ട ആൾക്കാർ പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നത്. അതേപോലെ എനിക്ക് പായെന്നൊന്ന് എഴുന്നേക്കണമെങ്കിൽ നമ്മളെ കുണിക്കുമോളെ ഇരുത്തിയിട്ട് തലയിൽ തോർത്തിട്ടിട്ട് വേണ്ടിട്ട് എഴുന്നേക്കാൻ. അതിന് ഞാൻ വേഗം അത് പോയിട്ട് കഴുകി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കുണിക്കുമ്പോൾ പായലിരിക്കുന്നുണ്ട്. കുണിക്കാണെങ്കിൽ ഭയങ്കര മടി കേട്ടോ പായലിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കേണ്ട. അവളാണെങ്കിൽ
എപ്പോഴും ചോദിച്ചാലൊന്നും ഇരിക്കില്ല, എപ്പോഴെങ്കിലും ഞാൻ നിർബന്ധിച്ചാൽ മാത്രമാണ് ഒന്ന് ഇരിക്കുക. അങ്ങനെ ഞാൻ ഇരുന്നതും കണ്ട അവൾ ഓടിപ്പോയിട്ടാ. പിന്നെ അത് അച്ഛനമ്മ ഇപ്പോഴാട്ടോ ഫുഡ് കഴിക്കുന്നത്. അവർ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ കാത്തമ്മയ്ക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുണിക്കുമ്പോൾ എന്തോ ചോദിച്ചത് അമ്മ കേട്ടില്ല. അതിൻ്റെ പേരിൽ പിണങ്ങിയിട്ട് വന്ന് കിടക്കുന്നതടി കാണുന്നത്. ആൾക്ക് വല്ല പിണക്കോ വിഷമൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് കിടക്കും. അല്ലെങ്കിൽ ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കില്ല കേട്ടോ. ആകെ അച്ചട്ടോ മാത്രമാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുക. എൻ്റെ സ്വന്തം മോളടക്കം എൻ്റെ അടുത്ത് അങ്ങനെ അധികം നേരം വന്നിരിക്കില്ല. ആൾക്കൂടെ ചൂടാണ്, പിന്നെ നിലത്ത് കിടക്കണ്ടേ, അവൾ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുക. അച്ചൂട്ട എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അവിടെ കൂടുതൽ ടൈമും. പിന്നെ എല്ലാവരും തന്നെ പോയപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട്, നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങും. അച്ചൂട്ടൻ ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ എന്നോട് പറയാറുണ്ട് കേട്ടോ, ചേച്ചി ഞാൻ വരുന്ന വരയ്ക്ക് ഉറങ്ങിക്കോട്ടാന്ന് കൊണ്ട് പോവുക. അവന് ഞാനിവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവനോട് ഞാൻ വരുന്ന വരയ്ക്ക് ചേച്ചി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോവുക. അപ്പം അത്ര നേരം ഒന്നും ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ ഞാൻ കുറച്ചേരം തന്നെ കിടന്ന് ഉറങ്ങാറുണ്ട്. അങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 11:30-12 മണിയൊക്കെ ആവാറാകുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ്. അതും എനിക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഉറങ്ങി കഴിഞ്ഞ് പിന്നെ അവിടെ ആര് ശബ്ദം ഉണ്ടാക്കിയാലും ഒന്നും ഞാൻ അറിയില്ല. ഈ ടൈമിലാണെങ്കിൽ അമ്മയും വല്യമ്മയും മേമയ്ക്ക് നല്ല പണി തിരക്കിലാണ്, ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം തിരക്കിലാണ്. ആ നേരത്തിനുള്ളിൽ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. അങ്ങനെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും പുളിയച്ചാറൊക്കെ തിന്നണു. പിന്നെ ഞാനും വിട്ടു കൊടുത്തില്ല. പുളിയച്ചാറും ഇതൊരു നെയ്വട എന്ന് പറയും, അതൊക്കെ ഞാനും കഴിക്കാൻ തുടങ്ങി. അപ്പുറത്തന്നെ ഏട്ടൻ കിടക്കുന്നുണ്ട്, ഏട്ടൻ കിടന്നിട്ട് കഴിക്കുന്നുണ്ട്. ഇവിടെ കുണുക്കനും കുണുക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നെയ്വടയും പിന്നെ പുളിയച്ചാറൊക്കെ കഴിച്ചു. എനിക്കിത് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ ഒരു വലിയ കവർ നിറയെ ഈ ഐറ്റംസൊക്കെ മേടിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും പരിപാടി ഇത് തീറ്റാട്ടോ. വല്യമ്മ, മേമ്മ ഒക്കെ. എൻ്റെ അമ്മയ്ക്ക് പിന്നെ ഇതിനോട് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ കഴിക്കണില്ല. വല്യമ്മയും മേമ്മയ്ക്ക് ഞങ്ങളെ സെറ്റ് ചെയ്യാറാട്ടോ. വല്യമ്മയും മേമ്മയ്ക്ക് ഇത് കഴിച്ചോളും. ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ കാത്തുമേര ഗുസ്തി, എൻ്റെ മേത്ത് കയറി ഇരുന്നിട്ട് കളിക്കുക, തല്ലുക, കുത്തുക, അങ്ങനത്തെ പരിപാടികളാണ്. ഇതിപ്പോൾ ഏട്ടൻ വന്ന് കിടന്നുകൊണ്ട് മാത്രമാണ് ഈ കണ്ട ആൾക്കാർ എൻ്റെ അടുത്തുള്ളത്, അല്ലെങ്കിൽ ഇവരാരും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വല്യമ്മ വന്നിരിക്കും. വല്യമ്മയും മേമ്മയും അമ്മയൊക്കെ പണി കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്നിരിക്കും, അല്ലാതെ വേറൊരാൾ വന്നിരിക്കില്ല കേട്ടാ. ഇവരൊക്കെ സിറ്റ് ഔട്ടിൽ അച്ഛനും പാപ്പനും വലിയച്ഛനൊക്കെ വർത്തമാനം പറയുമ്പോൾ അവിടെ നിന്നിട്ട് വർത്തമാനം പറയുക, കളിക്കുക, ഇതൊക്കെയാണ് അവരുടെ സ്ഥിരം പരിപാടി. എനിക്ക് ഇവരൊന്ന് കാണാൻ കിട്ടണമെങ്കിൽ ഞാൻ 100 വട്ടം വിളിക്കണം, ഒന്ന് വരുമോ എന്ന്. പക്ഷെ അച്ചൂട്ട് അങ്ങനെയല്ല കേട്ടോ. അച്ചൂട്ട് ഫുൾ ടൈം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും, എൻ്റെ കൂടെ നിന്ന് ഫുഡ് കഴിക്കൊക്കെ. പിന്നെ അത് ആ കുഞ്ഞെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനോട് കുറച്ചിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പരിപ്പ് കൂട്ടാനും കാബേജ് ഉപ്പേരും അച്ചാറ് പപ്പടം രസം ഇതൊക്കെയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇറച്ചി മീനും ഇല്ലാതെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പോൾ എന്തോ എനിക്ക് അങ്ങനെ തോന്നണമെന്നില്ല കേട്ടോ. എന്ത് ഫുഡാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ അങ്ങനെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ പറയും നിനക്ക് അച്ഛന്മാരെ സ്വഭാവം വരുന്നുണ്ട് തോന്നുന്നു, അച്ഛന്മാരെ ഇഷ്ടങ്ങളൊക്കെ നിൻ്റെ ഇഷ്ടങ്ങളായി മാറുന്ന പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്കറിയില്ല. എനിക്കിപ്പോൾ പച്ചക്കറി അങ്ങനെ ഒന്നുമില്ല. പക്ഷേ അച്ഛമ്മയ്ക്ക് പച്ചക്കറിയെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇറച്ചി മീനൊക്കെയാണ്. പക്ഷെ അച്ഛമ്മ എല്ലാ കറിയും കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് കഴിക്കും. ഞാനും അതേപോലെ ഇപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മേമ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ. പിന്നെ മേമോട് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. ഈ ടൈമിൽ അപ്പുറത്തും പാപ്പനും ഏട്ടനൊക്കെ ഫുഡ് കഴിക്കിരിക്കുന്നുണ്ട്. മേമ ഇതേപോലെ സെറ്റിയും വന്നിരിക്കും എന്നോട് വർത്താനം പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. മേമോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അത്യാവശ്യം ചോറുണ്ടെന്നുണ്ട്. ഞാനാണെങ്കിൽ നടക്കണമിരിക്കണമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ തടി വെക്കുമെന്നുള്ള നല്ല പേടി എനിക്കുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയും കുറച്ച് ചോറ് മതി എന്ന്. പക്ഷെ ഒരാരും കേൾക്കില്ല കേട്ടോ. എനിക്കൊരു കൊട്ട ചോറ് ഇട്ടേരും, നീ വെറുതെ ഇരിക്കല്ലേ വിശക്കും. അതേപോലെ നെയിൽപ്പാലിരിക്കുന്ന ആൾക്കാർക്ക് വിശക്കാൻ പാടില്ല, ഒരു വയറ് നിറയെ ഫുഡ് കഴിക്കണം എന്നിട്ട് ഇവരിപ്പോൾ മുതലെടുത്തോണ്ടിരിക്കുക. എനിക്കൊരു കൊട്ട ചോറ് എന്ത് ഫുഡ് ആയിരുന്നെങ്കിൽ ഒരുപാട് ഇട്ട് തരും കേട്ടോ. അതൊക്കെ പിന്നെ ഞാൻ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞാലും പക്ഷെ മതിയാക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ളിരുന്ന് കഴിക്കും. അങ്ങനെ ഏട്ടനും കാത്തുമ്മയ്ക്കും ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് നേരം കിടക്കുമ്പോഴേക്കും പാപ്പനും ഏട്ടനും കാത്തുമ്മ പോയിട്ട് അച്ഛനും സ്കൂളിൽ നിന്ന് ഓടുന്നു. വരുന്ന വഴിക്ക് പലഹാരങ്ങളും മേടിച്ചിട്ടാണ് വന്ന്. പരിപ്പ് വട, പഴംപൊരി, ഉഴുന്നുവട, സമൂസ, അങ്ങനെ കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ 4 മണിക്ക് ഞാൻ ചായ വേണ്ട പറഞ്ഞിട്ട്, എനിക്ക് പരിപ്പടിയും കാര്യങ്ങളൊക്കെ പിന്നെ ചായ കുടിക്കാൻ തോന്നില്ല. ഈ കൊള്ളി വറുത്തത്, കായ വറുത്തൊക്കെയാണെങ്കിൽ നല്ല മധുരമുള്ള കട്ടൻ ചായ ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ പിന്നെ ചായ ഒന്നും വേണമെന്നില്ല, ഇതന്നെ ഞാൻ കഴിച്ചോളും. അങ്ങനെ ഇതെന്ത് കൊടുന്നാലും ആദ്യം എൻ്റെ മുന്നിലായിട്ട് കൊടുന്ന് വെക്കുക. നമ്മൾ ഗണപതിക്ക് ഫുഡ് കൊടുക്കുന്ന പോലെ എന്ത് മേടിച്ചാലും ആദ്യം എൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനെ ഞാൻ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അച്ചൂട്ട് വന്നിട്ട് സ്കൂളിലത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറയട്ടെ, ഇന്ന് അങ്ങനെ പഠിപ്പിച്ചു, ഇന്ന് ഇങ്ങനെ പഠിപ്പിച്ചു എന്നൊക്കെ. അവനാണെങ്കിൽ 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു വിട്ടു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ആപ്പിളും
പിന്നെ എന്തിട്ടായിരുന്നു, വേറെ എന്തൊരു ഫ്രൂട്ടും കൂടി കട്ട് ചെയ്ത് കൊടുന്ന് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2-3 പീസ് ആപ്പിളൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പം നിങ്ങൾ ചിന്തിക്കും ഫുൾ ടൈം തീറ്റ മാത്രമാണോ? സത്യമായിട്ടോ അതന്നെയുള്ളോട്ട് പരിപാടി. എന്നിട്ട് വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, കഴിച്ച പ്ലേറ്റ് പോലും കഴുകി വയ്ക്കാൻ പാടില്ല, പ്ലേറ്റ് കഴുകാൻ പോലും പാടില്ല എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. എൻ്റെ പരിപാടി എന്ന് വെച്ചപ്പോൾ ഫുൾ ടൈമിന് ഇരിക്കുക, കിടക്കുക, ഉറങ്ങുക, ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങുക, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കാം, ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഞാൻ മേമോടാണോ ആരോടോ കാര്യമായിട്ട് വർത്താനം പറയുന്നുണ്ട്. മേമയ്ക്ക് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചത്. അത് കഴിച്ചിട്ട് ഞാൻ മേമോട് വർത്താനം പറയട്ടെ. എൻ്റെ ഇടയിൽ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനും അച്ഛനൊക്കെ പുലർച്ചെ എഴുന്നേറ്റ് കുളിക്കണമെന്ന് ഞങ്ങൾക്ക് തീരെ വയ്യട്ടോ. നല്ല ചുമയും ജലദോഷമൊക്കെ ആയിട്ട് ഇരിപ്പാണ്. അപ്പോൾ അവനെ ഡോക്ടറെയൊക്കെ കാണിച്ച് കൊടുന്നിട്ട് ഞങ്ങളിരുന്ന് ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരുന്നു. അപ്പം അച്ഛനമ്മയും കുഞ്ഞുങ്ങളെ ട്യൂഷനാക്കാൻ പോയിക്കുക. അതേപോലെ അടിയന്തരാവാറായി അച്ഛമ്മയുടെ. അപ്പം അത് ക്ഷണിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഫുൾ ബിസിയാണ്. അവരെ കാണാൻ പോലും കിട്ടുന്നില്ല കേട്ടോ. അവർ രാവിലത്തെ ഉച്ചത്തും പണി കഴിഞ്ഞ് അവരിങ്ങനെ പോവും. പിന്നെ ക്ഷണതും എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ലേറ്റായിട്ടാണ് വരിക. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ എന്തോ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. എന്തോ കളിക്കുകയാണ്, ഫോണിൽ എന്തോ കാര്യമായിട്ട് നോക്കണം. അതാണ് എൻ്റെ കണ്ണ് ഫുള്ളും താഴ്ത്തേക്ക്. എനിക്കാണിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കുക, ഗെയിം കളിക്കുക, പുതിയ പുതിയ ശീലങ്ങളൊക്കെ ഞാൻ തുടങ്ങി വെച്ചിട്ട് കേട്ടോ. എന്താ ചെയ്യുക, വലുതാവും തോറും കുട്ടികളുടെ മനസ്സാവുക എന്ന് പറയണ പോലെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അതേന്നിട്ട് ഞാൻ ഫോണിലൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചിരുന്ന് ഫോണിലൊക്കെ ഓരോ ഗെയിമൊക്കെ കളിച്ചിരുന്നു. ഏട്ടൻ പുറത്തേക്ക് അങ്ങോട്ട് പോയിക്കാ തോന്നുന്നു, അവനും കാണാനില്ല. അച്ചൂട്ടന് വയ്യാത്തന്നെ അച്ചൂട്ടൻ കുറച്ചേരം കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോയി. രാവിലെ നേരത്തെ എഴുന്നേറ്റില്ല, ഇങ്ങനെ ഒരു 5:30 എഴുന്നേറ്റ് ഇതെല്ലാം കഴിഞ്ഞാൽ നേരെ ക്ലാസ്സിൽ പോയതല്ല. അപ്പം തീരെ വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ ഇപ്പം തന്നെ മെയിൻ പരിപാടി ഈ കട്ടയിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് റെഡിയാക്കാൻ നോക്കലാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കും ഇത് എങ്ങനെ റെഡിയാക്കാന്നൊക്കെ. പകുതി വരെ റെഡിയാവും, ബാക്കിയാണ്ട് റെഡി ആവില്ല കേട്ടോ. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രമേ അത് റെഡിയാക്കാൻ പറ്റുള്ളൂ. എനിക്ക് അത്ര ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1-2 കളർ റെഡിയാക്കും, ഫുള്ളാക്കും. ബാക്കിയൊന്നും എന്നോട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ ഇടയ്ക്ക് കാത്തുമ്മ വന്ന് നിൽക്കുന്നുണ്ട്, അമ്മ എന്താ ചെയ്യണേന്ന് നോക്കാനായിട്ട്. അപ്പോൾ അത് മേടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു തരില്ല, ഞാൻ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തുമ്മ ലൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് 2-3 പീസ് എടുത്ത് കഴിച്ചു. ചുമ്മാ 2 പീസൊക്കെ കഴിച്ചുള്ളൂ, എനിക്ക് അധികം കഴിച്ചിട്ടില്ല. എനിക്കെന്തോ അത് കഴിക്കാൻ വലിയ താല്പര്യം തോന്നാത്തതുകൊണ്ട് ഒരു 3-4 പീസ് കഴിച്ച് ഞാനത് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ആവാറായിട്ടുണ്ട് കേട്ടോ, ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാത്തുമ്പോൾ കുണിക്കനോടും തല്ലുണ്ടാക്കി വന്ന് കിടക്കുന്നതാണ് പരാതി പറയാൻ വേണ്ടിയിട്ട്. പേട്ട എന്നോട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊന്ന് കിടന്നതാണ് കേട്ടോ. എൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പായരപ്പുറത്താണ്. അവൻ കിടന്നപ്പോൾ ഞാൻ അങ്ങനെ വർത്തമാനം പറയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എടുത്ത ചെറിയ പീസ് വീഡിയോ ആണ്. പിന്നെ ഇന്ന് രാത്രിക്ക് നമുക്ക് പനീർ ബട്ടർ മസാലയും പൊറോട്ടയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കണ്ട അച്ചൂട്ടൻ എൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ടാവും. അവ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഫുഡ് കഴിക്കാതിരിക്കാം. വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. പിന്നെ ഞാനും അച്ചൂട്ടനും കൂടി ഫുഡ് കഴിക്കായിരുന്നു. ബാക്കി എല്ലാവരും സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കണം. ഞാനും അച്ചൂട്ടനും മാത്രമുള്ള ആളിൽ അവൻ എൻ്റെ അടുത്ത് ഫുഡ് കഴിക്കുന്നത്. കുണുക്ക മോനാണെങ്കിൽ ഫുഡ് കഴിച്ചില്ല, അവൻ കിടന്ന് ഉറങ്ങി. അവന് വയ്യാത്തന്നെ മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ഉറങ്ങും, അത് ഉറങ്ങിയില്ല. രാത്രി ആകുമ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങും, രാത്രിത്തെ ഫുഡ് കഴിക്കില്ല. അപ്പോൾ ഇതൊക്കെ അടുപ്പത്തെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അച്ചൂടിനോട് വർത്താനം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ പോയി കഴിച്ചോളാൻ പറഞ്ഞു, കാരണം ഇവിടെ നല്ല ചൂടാണ്, നമുക്ക് ഫാനൊന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്തതാണ്. പക്ഷെ അവൻ കേൾക്കില്ല. ഇവിടെ പൊന്നിച്ച് എവിടെയില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കും ഫുൾ ടൈം. എനിക്കിവിടെ ഇരിക്കുമ്പോൾ ആകെ ബോറടിക്കാത്തതിൻ്റെ മെയിൻ കാരണം അച്ചൂടിനാട്ടോ. അച്ചൂടിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഇതെന്തൊരു കുമ്പളം കിട്ട കറി, ഇതെന്തോ വറുത്തരച്ച കറി, തറവാട്ടിൽ പണ്ടുണ്ടാക്കിയെന്ന കറിയാണ്. ടേസ്റ്റൊക്കെ മണ്ടാകുമ്പോൾ തന്നതാണ്. അപ്പം അത് ഞാൻ കൂട്ടി ചോറുണ്ടാണ്. ഇത് പിറ്റേ ദിവസം ഉച്ചത്തെ വീഡിയോ ആണ്. പക്ഷെ എനിക്ക് ആ കറി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് ഒന്നാമത്തെ ഈ വറുത്തരച്ച് വയ്ക്കുന്ന കറികളോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എനിക്കിഷ്ടമാണ്. ചമ്മന്തി, കടലുപ്പേരി, മോര്, തക്കാളി കറി ഉണ്ടാക്കിയത്, അതൊക്കെ എനിക്കിഷ്ടമാണ്. അച്ചാറ്. പക്ഷേ മറ്റേ വറുത്തരച്ച് വയ്ക്കുന്ന കറിയില്ലേ, എനിക്ക് അങ്ങനത്തെ കറികളോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ആ കറി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇത്രയ്ക്ക് തന്നെ ഉള്ളോട്ടെ. ഇതിനും കൂടുതൽ വീഡിയോ എന്നോട് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇവിടെ ഫുൾ ടൈം ഫുഡ് അടിക്കണു, കിടന്നുറങ്ങണു, ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒരു ആവശ്യത്തിന് പോലും എനിക്ക് എഴുന്നേറ്റ് നടക്കാനോ പോകാനോ ഒന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ. അതിൻ്റെ ഇടയിലാണ് വീട്ടിലൊരു പണി കിട്ടി. നമ്മളവിടെ ഇല്ലാത്തന്നെ കറണ്ടിന് എന്തോ ഒരു പ്രശ്നം വന്നിട്ട് 2 ദിവസം കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലുണ്ടായ നല്ല ഐറ്റംസ് നാശമായി പോയിട്ട്, ബട്ടർ, ചീസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, പാല്, എല്ലാം നാശമായി പോയിട്ടുണ്ടെന്ന് അറിയാം.
ഞാൻ അതും വീട്ടിൽ പോയി അതും നമുക്കൊരു പണിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബായ്.